ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്കൊരു സാറ്റർഡേ വ്ളോഗാണ്. ആക്ച്വലി ഇപ്പോൾ ആഫ്റ്റർനൂൺ ആയി, കാരണം നമ്മളിപ്പോൾ കുറേ ക്രിസ്മസ് ഡെക്കോറൊക്കെ പുറത്തേക്ക് ഇറക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടുഡേ വി ആർ ഓൾസോ ഗോയിങ് ടു ദ ക്രിസ്മസ് മാർക്കറ്റ് ഇൻ ഡിസൽഡോഫ്. സോ യാ, അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് കുറച്ചധികം ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ കാണാം. സോ യാ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ ക്രിസ്മസ് ഡെക്കോറൊക്കെ ഓൾമോസ്റ്റ് കുറച്ചൊരു ഹാഫ് വേയിലാക്കി വെച്ചേക്കാണ്. ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റാണ് ഇപ്രാവശ്യം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ബട്ട് വി ഹാവ് ടു ഫിനിഷ് ഇറ്റ് ടുഡേ. സോ ഐ വിൽ ഷോ യു ദ ക്രിസ്മസ് ഡെക്കറേഷൻസ് മേ ബി അറ്റ് ദി എൻഡ് ഓഫ് ദ വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ സാറ്റർഡേ ലഞ്ച് ഒരു പുതിയ റെസിപ്പിയാണ്. ഐ ഡോണ്ട് നോ ആക്ച്വലി ദ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഞാൻ അവിടെ കിച്ചണിൽ പോയിട്ട് കാണിച്ചു തരാം. ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലിൻ്റെ പേര് പറയൂ. അഡോബോ ചിക്കൻ. Can you show? ഇത് ആക്ച്വലി ഒരു ഫിലിപ്പീൻസ് റെസിപ്പിയാണ്. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ആക്ച്വലി നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റെപ്പും കൂടി ഉള്ളൂ. ഡീറ്റെയിൽ റെസിപ്പി നമുക്ക് അടുത്തൊരു വീഡിയോയിലിടാം. തവണ അങ്ങനെ റെസിപ്പി ആയിട്ട് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, കാരണം ഇതിലധികം മസാലയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര സട്ടിലായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് കഴിഞ്ഞ കൊല്ലം കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നൊന്നായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇക്കൊല്ലം അങ്ങനെ പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല. മേ ബി ഇനി കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും ക്രിസ്മസ് ട്രീക്ക് വേണ്ടി വാങ്ങിക്കണം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എടുത്ത് വെച്ചപ്പോൾ എല്ലാം ബോക്സിലാക്കിയിട്ട് പേരിങ്ങനെ എഴുതി വെച്ചിട്ടാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കെല്ലറിൽ. അപ്പോൾ ഇക്കൊല്ലം ഭയങ്കര ഈസി ആയിരുന്നു ആക്ച്വലി, കാരണം നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സില്ല. വേറെ എല്ലാ സീസൺ പോലെയല്ല, ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം മേ ബി എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റ്സും ഡെക്കറേഷൻസും അങ്ങനെയൊക്കെ ആകുമ്പോൾ വീട് തന്നെ നമുക്ക് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ആക്ച്വലി നമ്മുടെ വീട് മൊത്തത്തിൽ ചേഞ്ച് ആയ പോലെ ഫീൽ ചെയ്യും. ചെറുപ്പത്തിലൊക്കെ ഈ ക്രിസ്മസ് ആവണ സമയത്ത് നമ്മൾ കസിൻസൊക്കെ കൂടി നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഡിസംബർ വെക്കേഷൻ വരുമല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ ട്രീ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ പുൽക്കൂടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ അതിൽ ക്രിസ്മസിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്മസ് മൂവീസാണ്. എനിക്ക് തോന്നി ഹോം അലോണും അതുപോലെ വേറെ കുറേ മൂവീസൊക്കെ ഉണ്ടല്ലോ. എൻ്റെയൊക്കെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മറ്റേ ഗ്രിഞ്ച് മൂവിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ളൊരു ക്രിസ്മസിനോടൊരു അഡിക്ഷനാണ് ഇങ്ങനത്തെ ഡെക്കോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തവണത്തെ എൻ്റെ കുഞ്ഞു ഡെക്കറേഷൻസ് കണ്ടാലോ? അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഡെക്കോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ സിറ്റിയിലും ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റ്സൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇപ്രാവശ്യം നമ്മുടെ ഡിസൽഡോഫിലത്തെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ഫുള്ളൊരു വൈബാണ് ആക്ച്വലി, കാരണം ഈ ലൈറ്റ്സും പിന്നെ കുറേ ക്രിസ്മസ് റിലേറ്റഡ് അവരുടെ ഫുഡും പിന്നെ ഗ്ലൂ വൈൻ, ഓഫ് കോഴ്സ് ഗ്ലൂ വൈൻ്റെ സ്മെല്ലായിരിക്കും എല്ലായിടത്തും. ഇത്തവണ നമ്മുടെ ഗ്ലൂ വൈൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഗ്ലൂ വൈൻ ട്രൈ ചെയ്യുന്നത്. അതായത് ഗ്രനാറ്റ് ആപ്പിൾ, അതായത് പൊമഗ്രാനേറ്റിൻ്റെ ഗ്ലൂ വൈൻ ആയിരുന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ, കാരണം ചെറിയൊരു പുളിയും ആ ഒരു സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കുറേ ഫുഡിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് എന്ന് പറയുന്നത് ലാംഗോഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഷ് ഉണ്ട്. അതൊരു ഹംഗേറിയൻ ഡിഷാണ്. അപ്പം നമ്മൾ അതാണ് ആക്ച്വലി നോക്കി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ അതിൻ്റെ ഒരു സ്റ്റോള് ഒരെണ്ണം കണ്ടു, പക്ഷേ നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സെർച്ചിലാണ് ഇനി അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇവിടെ നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ്സ് മാത്രമല്ല, കുറേ ഷോപ്സും കാര്യങ്ങളും അവർ ഫുള്ളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ളിങ്ങനെ ഒരു ക്രിസ്മസ് വൈബാണ് ഈ സമയത്ത്. അങ്ങനെ ഫൈനലി നമ്മൾ ക്രിസ്മസ് മാർക്കറ്റൊക്കെ വിട്ടിട്ട് നമ്മളൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ തന്നെ പോയിട്ട് റാമനാണ് കഴിച്ചത് ഡിന്നറിന് വേണ്ടിയിട്ട്, കാരണം നമുക്ക് നമ്മുടെ ലാംഗ്വേജ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ യാ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. See you all in coming videos. Thank you. Bye.